എല്ലാവർക്കും വിവാസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ ഈ കൊറോണ കാലത്ത് കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിരുന്നു. അതിലൊരു പുസ്തകം നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ടോട്ടോ-ചാൻ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ടെറ്റ്സുഗോ കുറയാനിക്ക് എന്ന ജാപ്പനീസ് എഴുത്തുകാരിയാണ് ഇത് എഴുതിയത്. കൂടാതെ അവർ ജപ്പാനിലെ ടെലിവിഷൻ പ്രതിഭയും യൂണിസെഫിലെ ഒരു അംഗവും കൂടിയാണ്. ടെറ്റ്സുഗോ കുറയാനിക്ക് ഈ പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്ന അദ്ദേഹത്തെ കുട്ടിക്കാലത്തെ കഥകളാണ്. ഈ പുസ്തകത്തിലെ പ്രധാന അംഗങ്ങൾ ടോട്ടോ-ചാൻ, ടോട്ടോ-ചാൻ്റെ അമ്മ, അച്ഛൻ, ടോട്ടോ-ചാൻ്റെ പ്രിയപ്പെട്ട പട്ടിക്കുട്ടി, പിന്നെ കൊബായാഷി മാസ്റ്റർ എന്നിവരാണ്. ഈ പുസ്തകം മുതിർന്നവരും കുട്ടികളും ഒരുപോലെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇന്ന് ഞാനിതിലെ ചില രസകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടോട്ടോ-ചാൻ നമ്മളെപ്പോലെ ഒരു വികൃതി കുട്ടിയാണ്. ടോട്ടോസിൻ്റെ ഒന്നാമത്തെ സ്കൂൾ അവൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഡെസ്ക് അടയ്ക്കുകയും തുറക്കുകയും. അവൾ സ്കൂളിലിരിക്കുമ്പോൾ എപ്പോഴും അത് ചെയ്യാറുണ്ട്. ആ ഒരു കാരണത്താലാണ് അവൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. കൂടാതെ അവൾ ജനാലക്കരികിൽ നിന്ന് തപ്പു കൊട്ടുന്ന പാട്ടുകാരെ സ്കൂളിനടുത്തേക്ക് വിളിച്ച് പാട്ട് പാടാം എന്ന് പറഞ്ഞ് ചെയ്യാറുമുണ്ട്. ഈ രണ്ട് കാരണങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് അവൾ ആദ്യത്തെ സ്കൂളിൽ നിന്ന് പുറത്തായത്. പിന്നെ ടോമോ എന്ന സ്കൂളിലെത്തിയതോടെ അവളുടെ വികൃതികളെല്ലാം മാറി. ഈ ടോമോ സ്കൂൾ എന്ന് പറയുന്നത് കൊബായാഷി മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഹെഡ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു സ്കൂളാണ്. കൊബായാഷി മാസ്റ്റർ കുട്ടികളോട് സ്നേഹത്തോട് പെരുമാറുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ടോമോ സ്കൂൾ ടോട്ടോ-ചാന് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാ ദിവസവും അവൾ സ്കൂളിൽ പോകാനായി തിടുക്കം കാണിക്കാറുണ്ട്. കൊബായാഷി മാസ്റ്റർ എന്ന് പറയുന്നത് കുട്ടികളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു അധ്യാപകനാണ്. കൂടാതെ അദ്ദേഹമാണ് ടോമോ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ. കൊബായാഷി മാസ്റ്റർ വളരെ നല്ലവനായ ഒരു മാസ്റ്ററാണ്. ഇവിടെ ടോമോ സ്കൂളിൽ പഠന രീതിയിലും ഭക്ഷണ രീതിയിലും വളരെ വ്യത്യാസമുണ്ട്. കുട്ടികൾക്ക് പഠന രീതിയിൽ ഏത് വിഷയത്തിൽ നിന്ന് വേണമെങ്കിലും പഠിച്ചു തുടങ്ങാം. പിന്നെ ഭക്ഷണ രീതിയിൽ മാസ്റ്റർ ചെയ്യാറുള്ളത് കടലിൽ നിന്നൊരു പങ്ക്, മലകളിൽ നിന്നൊരു പങ്ക് എന്നാണ്. കടലിൽ നിന്നൊരു പങ്ക്, മലകളിൽ നിന്നൊരു പങ്ക് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്നുള്ള മത്സ്യമോ അങ്ങനത്തെ എന്തുമാകാം. പിന്നെ മലകളിൽ നിന്നൊരു പങ്ക് എന്ന് പറഞ്ഞാൽ ചെടികൾ, അതായത് ചീര അങ്ങനത്തെ സസ്യങ്ങളും, പിന്നെ ആട്, പശു അങ്ങനെ മൃഗങ്ങളും എന്തു വേണമെങ്കിലും ആവാം. കൊബായാഷി മാസ്റ്ററിന് ഒരു വികൃത കുട്ടിയെ നല്ല കുട്ടിയാക്കി മെരുക്കിയെടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ലവനായ ഒരു മാസ്റ്ററാണ് കൊബായാഷി മാസ്റ്റർ. ടോട്ടോ-ചാനെ കാണുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് നേരായിട്ടും നീ നല്ല കുട്ടിയാ എന്നാണ്. അത് ടോട്ടോ-ചാന് എപ്പോഴും ഉത്സാഹവും ഉന്മേഷവും നൽകും. ഇതിൽ ഇനിയും ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ഈ ചെറിയ വീഡിയോയിൽ നമുക്ക് പറയാനുള്ള സമയമില്ല. ഇത് മുതിർന്നവരും കുട്ടികളും ഒരുപോലെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. മാത്രമല്ല ഇത് അധ്യാപകരാവാൻ പഠിപ്പിക്കുന്ന കോളേജുകളിലും ഒരു പഠന വിഷയമാണ്. അപ്പോൾ എല്ലാവരും ഇത് വായിച്ചിരിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.